ഹലോ ഗൈസ്. ഞാനിന്ന് പറയാൻ പോകുന്നത് 10 വേക്കൻസീസിനെ കുറിച്ചാണ്. ഈ 10 വേക്കൻസീസും ഇൻഫോബക്കിൽ വരുന്നതാണ്. ഈ 10 വേക്കൻസീസും ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൽ കുറച്ച് കമ്പനീസ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു കോളേജ് കഴിഞ്ഞ് ഒരു കരിയർ ഗ്യാപ്പ് വന്ന് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഐഡിയിലോട്ട് വരാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അത്. മാത്രമല്ല, ഇതിൽ ഒരു കമ്പനി നമുക്ക് കോളേജിൽ അരിയർ അല്ലെങ്കിൽ നമുക്ക് കോളേജിൽ ഒരു സപ്ലി ഉണ്ടെങ്കിൽ പോലും ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു ലാപ്ടോപ്പും വീട്ടിലൊരു വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് അവർ തരുന്നുണ്ട്. മാത്രമല്ല, ഈ 10 കമ്പനിയിലെ ഒരു കമ്പനി ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. 10 ജോബ് റോളിൽ നിങ്ങളുടെ സ്കിൽ സെറ്റിന് മാച്ച് ആവുന്ന ഒരു ജോബ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ ഓരോ കമ്പനിയുടെയും ഇമെയിൽ ഐ ഡി പറയുന്നുണ്ട്. ആ മാച്ച് ആവുന്ന ജോബ് റോൾസിൽ നിങ്ങളുടെ സ്കില്ലിന് മാച്ച് ആവുന്ന കമ്പനി സെലക്ട് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇമെയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അയക്കാം. ടൈം ഒട്ടും കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ഹയറിംഗ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനാണ്. ഇവരൊരു ഇൻറ്റേൺഷിപ്പാണ് ഇവിടെ ഹയർ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് ഫീമെയിലിന് വേണ്ടി മാത്രമുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കോൺട്രാക്ട് ലെങ്ത് എന്ന് പറയുന്നത് 3 മാസത്തേക്കാണ്. 3 മാസത്തേക്ക് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. സ്റ്റൈപ്പൻഡ് വന്നിട്ട് 5,000 to 7,000 റുപ്പീസാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരു ഫ്രഷറാണെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പിന് നോക്കുന്നതാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വൃത്തിയായിട്ട് വായിച്ചതിന് ശേഷം ഒരു CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് കമ്പനി മാഷപ്പ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിനെയാണ് ഹയർ ചെയ്യുന്നത് അവർ. ഇതൊരു ഫുൾ ടൈം ജോബാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിൽ തന്നെയാണ്. എക്സ്പീരിയൻസ് 0 to 3 years ആണെങ്കിലും അവർക്ക് ഫ്രഷേഴ്സിനെയാണ് ആവശ്യം. അതിനുശേഷം റിക്വയർമെൻറ്റ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഫീൽഡ്. ഏതൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്ലസ് ആണ്. നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇതിന് മാച്ചിങ് ആയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. തേർഡ് ഓപ്പർച്യൂണിറ്റിയും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയാണ്. അവിടെയും ഫ്രഷേഴ്സിനെയാണ് അവർ നോക്കുന്നത്. ഈ കമ്പനിയുടെ പേര് സേവൺ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനി ഹയർ ചെയ്യുന്നത് BTech ഓർ MBA ഗ്രാജുവേറ്റ്, അതായത് PG ഹോൾഡേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇതാണ് അവരുടെ കീ സ്കിൽസ്. അതായത് റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നെഗോസിയേഷൻ സ്കിൽസ്, പിന്നെ ഗുഡ് പ്രസൻറ്റേഷൻ സ്കിൽസ് വേണം. പിന്നെ ടീമിൽ പ്രൊആക്റ്റീവായിട്ടിരിക്കണം. ഇങ്ങനെയുള്ള ബേസിക് സ്കിൽസാണ് ഇവിടെ പറയുന്നത്. ഈ സ്കിൽ സെറ്റുകൾ നിങ്ങൾ വായിച്ച് നോക്കാം. ഈ വായിച്ചതിന് ശേഷം നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്യുക. ആ CV യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇതാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് രണ്ടും നിങ്ങൾ വായിച്ചതിന് ശേഷം CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഫോർത്ത് കമ്പനി, കാസ്കേഡ് റവന്യൂ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അവർ ഹയർ ചെയ്യുന്നത് ട്രെയിനി അസോസിയേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാക്ക്ലോഗ്സ് ഉള്ള ആൾക്കാരെയും കമ്പനി ഹയർ ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു കമ്പനിയാണിത്. ഇവിടെ അവർ ചോദിക്കുന്നത്, ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് എനി UG ഗ്രാജുവേഷൻ, എനി UG ഡിഗ്രി. കാൻഡിഡേറ്റ് വിത്ത് അരിയേഴ്സ് ആർ ഓൾസോ വെൽക്കം എന്നാണ് പറയുന്നത്. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോം ആണ്. സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഉണ്ട്. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വൈഫൈ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഫ്രം ഹോം കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ 3 മാസം മാത്രം ഒരു ട്രെയിനിങ്ങിന് ഓഫീസിലോട്ട് പോകേണ്ടി വരും. അതിനുശേഷം വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ട്രെയിനി സിസ്റ്റം അഡ്മിൻ എന്നാണ്. ഡയമെൻഷൻ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഹയർ ചെയ്യുന്നത്. ഇവിടെയും ഫ്രഷേഴ്സിനാണ് അവർക്ക് ആവശ്യം. ഫുൾ ടൈം ജോബ് റോളാണ്. ഇതാണ് കമ്പനിയുടെ കീ റെസ്പോൺസിബിലിറ്റീസ്. ഇത് നല്ലപോലെ വായിക്കാം, കാരണം ഇതിൽ നിന്നും കിട്ടാവുന്ന കുറേ കീവേഡ്സ് ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ CV കമ്പനിയിലോട്ട് അയക്കാം. കമ്പനിയുടെ ബേസിക് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം, റീസെൻറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം. മാത്രമല്ല, ഒരു ബേസിക് നോളേജ് ഓഫ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഒരു ബേസിക് നോളേജ് മാത്രം മതി എന്ന് പറയുന്നത്. ടെക്നിക്കൽ നോളേജായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. നോട്ട് ഈസ് എ പ്ലസ് പോയിൻറ്റ് ബട്ട് നോട്ട് മാൻഡേറ്ററി. നിർബന്ധമല്ല, പക്ഷേ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്ലസ് പോയിൻ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഒബിയസ്ലി പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ്, ഇത് കോമൺ ആണ്. നെറ്റ്വർക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, വില്ലിങ്നെസ് ടു ലേൺ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇത്രയും സ്കിൽ സെറ്റ് നിങ്ങളുടെ CVയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ജോബ് റോൾ എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഫ്രഷേഴ്സിനാണ് അവർക്ക് ആവശ്യം.
ചാലക്കുടിയിലാണ് ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഫ്രഷേഴ്സാണ്, 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ BBA ഓർ മാർക്കറ്റിംഗ്, ഫിനാൻസ് അല്ലെങ്കിൽ എനി റിലേറ്റഡ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. സോ ഏതൊരു ഡിഗ്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. റെസ്പോൺസിബിലിറ്റീസ് നല്ലപോലെ വായിക്കാം. ഇത് നല്ലപോലെ വായിച്ചതിന് ശേഷം, ഇത് രണ്ടും നല്ലപോലെ വായിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നുമായിരിക്കണം നമ്മുടെ CV പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു CV വെച്ചായിരിക്കണം നിങ്ങൾ ഈ ഒരു മെയിലിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അക്കാദമിക് അസോസിയേറ്റ് ആണ്. ഇത് ഓപ്പറേഷൻസ് ആണ്. പ്രിഫറിങ് ഫ്രഷേഴ്സ്. സോ നിങ്ങളൊരു ഫ്രഷാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്കിൽ സെറ്റ് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാം. അവർ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, ബേസിക്കായിട്ട് പറയുന്നുണ്ട് സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ സ്കിൽസ് വേണം, ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ ഒരുപാട് എലോബറേറ്റായിട്ട് പറയുന്നില്ല, ഒരു 8-9 പോയിൻറ്റ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൃത്യമായിട്ട് വായിക്കുക. ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് നമ്മുടെ CVയിൽ ആഡ് ചെയ്യുക. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. ഗ്രാജുവേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. എക്സ്പീരിയൻസ് വേണ്ട, കാരണം 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ദെൻ ബേസിക്കലി കമ്മ്യൂണിക്കേഷൻസ് ഇൻ ഇംഗ്ലീഷ്, ദെൻ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റണം. സോ നിങ്ങൾ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഒരു CV പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു ഇമെയിലിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. സോ ഇതാണ് ഈ കമ്പനിയുടെ ഇമെയിൽ ID. WordPress ഓർ ഡെവലപ്പറാണ്. സോ ജൂനിയർ പൊസിഷനാണ്. സോ നിങ്ങൾ ഫ്രഷറാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. സോ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. അതായത് WordPressൽ ഡെവലപ്പ് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം, ടീംസ് ഡെവലപ്പ് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം. സോ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള സർട്ടിഫിക്കേഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. കീ റെസ്പോൺസിബിലിറ്റീസ് നല്ലപോലെ വായിക്കാം, കാരണം ഇവിടെ 5 പോയിൻറ്റ്സ് ഇവർ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 5 പോയിൻറ്റ്സിൽ നിങ്ങളുടെ സ്കിൽ സെറ്റിന് മാച്ചിങ് ആണെങ്കിൽ CV പ്രിപ്പയർ ചെയ്യുക. ദെൻ റിക്വയർഡ് സ്കിൽസിലോട്ട് പോവുക. WordPressൽ ബേസിക് നോളജ് വേണമെന്നാണ് പറയുന്നത്. ദെൻ എക്സ്പീരിയൻസ്, ബേസിക് എക്സ്പീരിയൻസ് വിത്ത് HTML CSS. സോ ഈ ഒരു കോഡിങ് ലാംഗ്വേജസ് ഒക്കെ അറിയുന്നുണ്ടെന്ന് വെച്ചാൽ, ബേസിക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. ദെൻ സോ ഇതൊക്കെയാണ് റിക്വയർഡ് സ്കിൽസിൽ പറയുന്നത്. സോ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ WordPress ഡെവലപ്മെൻറ്റ്. സോ 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഫ്രഷറാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ റിലേറ്റഡ് ഫീൽഡ്. സോ ബേസിക് ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സ് വിത്ത് സ്ട്രോങ് WordPress സ്കിൽസ് ആർ എൻകറേജ് ടു അപ്ലൈ. സോ ഫ്രഷറാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൂടെ പറയുന്നുണ്ട്. അതായത് സെൻഡ് യുവർ റെസ്യൂമെ, ഈ ഒരു ഇമെയിലിലോട്ട് നിങ്ങൾ റെസ്യൂമെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആ ഒരു കോളത്തിൽ അപ്ലിക്കേഷൻ ഫോർ WordPress ജൂനിയർ ഡെവലപ്പർ എന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ CV അറ്റാച്ച് ചെയ്യുക. സബ്ജക്റ്റിൽ ഈ ഒരു അപ്ലിക്കേഷൻ ഫോർ WordPress ജൂനിയർ ഡെവലപ്പർ എന്നുള്ളൊരു ടൈറ്റിൽ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. സോ അടുത്ത ജോബ് റോൾ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ ഇൻറ്റേൺ. സോ ഇതൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഹോട്ട് പാക്ക് ഗ്ലോബൽ എന്നാണ്. സോ ഇതാണ് ഹയർ ചെയ്യുന്ന കമ്പനിയുടെ പേര്, ഹോട്ട് പാക്ക് ഗ്ലോബൽ. സോ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് നോക്കാം. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാം നിങ്ങൾ CVയിൽ ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസും വായിച്ച് നോക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് മാച്ചിങ് ആണ്, ഇല്ലെങ്കിൽ ഈ ഒരു സ്കിൽ സെറ്റെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്യുക. CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാം. അവസാനമായിട്ട് വരുന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് HR അഡ്മിൻ. സോ HRൻ്റെ ഒരു പൊസിഷനിലോട്ടാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിനാണ് അവർക്ക് വേണ്ടത്. സോ ഫ്രഷർ ടു 1 year ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ ഇതാണ് ജോബ് റിവ്യൂ. നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നല്ലപോലെ വായിക്കാം. വായിച്ചതിന് ശേഷം റെസ്പോൺസിബിലിറ്റീസ് നല്ലപോലെ അറിഞ്ഞിരിക്കുക. ഈ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ CVയിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ആ മെൻഷൻ ചെയ്ത CV വെച്ചായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ഇതാണ് റിക്വയർമെൻറ്റ്സ്. IT റിക്വയർമെൻറ്റ് മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല മിനിമം 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷർ ആണെങ്കിലും കുഴപ്പമില്ല. ദെൻ മിനിമം 1 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റഡ് വിത്തിൻ. ഒരു IT കമ്പനിയിൽ ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അതൊരു ആഡഡ് പോയിൻ്റാണ്. ലേബർ ലോസ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്കിൽസ് എല്ലാം നിങ്ങളുടെ CVയിൽ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ CVയിൽ മാച്ച് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.